5 പതിറ്റാണ്ടുകളുടെ വിദ്യാഭ്യാസ പാരമ്പര്യം ആഘോഷിച്ച് ശ്രീനാരായണ ഗുരു ഹൈസ്കൂൾ സുവർണ ജൂബിലി ആഘോഷിച്ചു. മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ ഉദ്ഘാടനം നിർവഹിച്ചു. 2000-ലധികം പൂർവ്വ വിദ്യാർത്ഥികളും അധ്യാപകരും പങ്കെടുത്ത ചടങ്ങ് ശ്രദ്ധേയമായി. മുംബൈ ചെമ്പൂർ ശ്രീനാരായണ ഗുരു ഹൈസ്കൂളിന്റെ സുവർണ ജൂബിലി ആഘോഷം മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിനോടനുബന്ധിച്ച് ശ്രീനാരായണ ഗുരു കോളേജിന്റെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും ഏക്നാഥ് ഷിൻഡെ നിർവഹിച്ചു. SNMS കോളേജിന്റെ ഭാവി വികസനത്തിന് ആവശ്യമായ എല്ലാ പിന്തുണയും നൽകുമെന്ന് ഉപമുഖ്യമന്ത്രി ഉറപ്പു നൽകി. लेकिन मैंने कहा यहाँ का आकर ये जिस संस्था को 50 साल हुए, ये 50 साल ये बहुत ही बड़ा समय होता है और ये संस्था का यहाँ पर नाम है, यह हजारों बच्चे पढ़ते हैं और इसलिए ये नारायण गुरु स्वामी जी के नाम से है, जो महान समाज सुधारक संत नारायण गुरु जी जो है हमारे सभी महाराष्ट्र में बहुत जगह पे आप के लोग हैं, तो इसलिए मैं बहुत बहुत शुभकामनाएं देता हूँ. അടുത്ത 5 വർഷത്തിനുള്ളിൽ ശ്രീനാരായണ ഗുരു യൂണിവേഴ്സിറ്റി എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാനുള്ള ശ്രമത്തിലാണെന്ന് സമിതി പ്രസിഡന്റ് M.I. ദാമോദരൻ പറഞ്ഞു. യൂണിവേഴ്സിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഓട്ടോണമസ് ആയി കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ ഡീംഡ് യൂണിവേഴ്സിറ്റി എങ്ങനെയാകണം അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സും നമ്മൾ സെറ്റപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു പുതിയ ബിൽഡിംഗ് പുറകിൽ വരും. വേറെ 2-3 ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ പരിപാടികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വി എക്സ്പെക്ട് അബൌട്ട് 7.5 to 10 ഇയേഴ്സിനകത്ത് നമ്മുടെ ഡീംഡ് യൂണിവേഴ്സിറ്റി അല്ല, ഇറ്റ്സ് ശ്രീനാരായണ ഗുരു യൂണിവേഴ്സിറ്റി അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. ഡീംഡ് അല്ല, നമ്മുടെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിക്കാണ് നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സമൂഹത്തിന്റെ പുരോഗതിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് വിദ്യാസമ്പന്നരായ പൗരന്മാരെ സൃഷ്ടിക്കുകയാണെന്നും ആ ലക്ഷ്യം സമിതിക്ക് കൈവരിക്കാൻ കഴിഞ്ഞതിൽ അഭിമാനമുണ്ടെന്നും M.I. കൂട്ടിച്ചേർത്തു. കാരണം ഈ വർഷം നമുക്കെല്ലാ സ്കൂളിലൊക്കെ നല്ല 100% റിസൾട്ടായിരുന്നു. അപ്പം ഇതിൽ എല്ലാവരും അത് എൻജോയ് ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ മന്ത്രിസമിതി എപ്പോഴും മുന്നോട്ട് വിദ്യാഭ്യാസത്തിന് ഊന്നൽ കൊടുത്ത് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണെന്ന് ഏവർക്കും അറിയാവുന്ന കാര്യമാണ്. അതിൻ്റെ ഭാഗമായിട്ട് നമുക്കിവിടെ ഇന്നിപ്പം കോളേജും സ്കൂളും ഓട്ടോണമസ് കോളേജും ഒക്കെ ആയി കഴിഞ്ഞിരിക്കുകയാണ്. ഞങ്ങൾ ഈ വിദ്യാഭ്യാസ സ്ഥാപനം ഗുരുവിൻ്റെ വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക എന്നുള്ള ആ ഒരു തത്വസംഹിതയെ മുറുകി പിടിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം ഓഫീസ് ബെയറേഴ്സ് ഇവിടെയുണ്ട്. ഇവിടുത്തെ ഓഫീസ് ബെയറേഴ്സ് കഴിഞ്ഞ 5 വർഷമായിട്ട് ഇതിൻ്റെ ഭരണസമിതിയിലുള്ള ആൾക്കാർ വിദ്യാഭ്യാസത്തിന് വളരെയധികം ഊന്നൽ കൊടുത്ത് പ്രവർത്തിക്കുന്നു. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളിലെ കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകി സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൈപിടിച്ചുയർത്തുന്നതിൽ സമിതിയുടെ കീഴിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ടെന്ന് ജനറൽ സെക്രട്ടറി OK പ്രസാദ് പറഞ്ഞു. ആദ്യമായിട്ട് ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തത്. ഇത് PL ലോക്കണ്ടെ മാർഗ് എന്ന് പറഞ്ഞാൽ വളരെ മുംബൈയിലും മഹാരാഷ്ട്രയിൽ തന്നെ പറയുകയാണെങ്കിൽ ഈ PL ലോക്കണ്ടെ മാർഗ് വളരെ പുവർ വാർഡാണ്. അവിടുത്തെ കുട്ടികളാണ് ശ്രീനാരായണ മന്ദിര സമിതി പഠിപ്പിക്കുന്നത്. സാമൂഹ്യ പ്രതിബദ്ധതയും സേവന മനോഭാവവും ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് സമിതിയുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നതെന്നും കൂട്ടിച്ചേർത്തു. ചെമ്പൂർ ഈസ്റ്റും വെസ്റ്റും തമ്മിൽ വളരെ അന്തരമാണ്. ഈസ്റ്റിലാണെങ്കിൽ കുറേ എക്കണോമിക്കലി ഡെവലപ്ഡ് വാർഡാണ്. വെസ്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ പൂറസ്റ്റ് ഇതാണ്, അർബൻ സ്ലംസ് ആണ്, തിക്കിലി അർബൻ സ്ലം പോപ്പുലേറ്റഡ് ആണ്. അപ്പോൾ അവിടെ എത്ര കുട്ടികൾക്ക് അന്നത്തെ എഫോർഡ് ചെയ്യാൻ പറ്റില്ല, ഇംഗ്ലീഷ് മീഡിയം എന്ന് പറഞ്ഞാൽ എഫോർഡ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. അങ്ങനെയുള്ള സമയത്താണ് ശ്രീനാരായണ മന്ദിര സമിതി 1975 ഇംഗ്ലീഷ് മീഡിയം ഇവിടുത്തെ കുട്ടികൾക്ക്, അത് അവരൊരു സ്വപ്നമായിരുന്നു, അവരുടെ മാതാപിതാക്കൾക്ക് സ്വപ്നമായിരുന്നു. അത് ഈ കാലഘട്ടത്തിനുള്ളിൽ നമ്മൾ വളരെയധികം സക്സസ് ആയി കഴിഞ്ഞു. കാരണം ഇവിടുന്ന് പഠിച്ചു പോയ കുട്ടികൾ കുറേ പേര് ഇന്ന് ഈ 50ാമത്തെ വാർഷികത്തിൽ അവരുടെ പ്രോഗ്രാമാണ് അലുമിനൈസ് വരിക എന്ന് പറഞ്ഞാൽ വളരെ അതിശയമുള്ള കാര്യമാണ്. അതും നല്ല ലെവലിൽ ഡോക്ടേഴ്സ്, എൻജിനീയേഴ്സ്, CAകൾ, അഡ്മിനിസ്ട്രേറ്റേഴ്സ്, അങ്ങനെ പല ആൾക്കാരും ഇന്ന് ഇവിടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. അത് തന്നെ ഞങ്ങൾക്ക് വളരെ സന്തോഷം ഉതകുന്ന ഒരു കാര്യമാണ്. കോളേജിന്റെ വികസനത്തിനായി സർക്കാർ പിന്തുണ ഉറപ്പ് നൽകിയ ഉപമുഖ്യമന്ത്രിക്ക് സമിതി ചെയർമാൻ N. മോഹൻദാസ് നന്ദി അറിയിച്ചു. ചടങ്ങിൽ MLA-മാരായ അബു ആസ്മി, തുക്കാറാം കാത്തെ, മുൻ MP രാഹുൽ शिवाले എന്നിവർ പങ്കെടുത്തു. आज गोल्डन जुबली इयर सेलिब्रेशन करण्याकरता नारायण गुरु हायस्कूलमध्ये प्रोग्राम आयोजित करण्यात आला. नारायण गुरु हायस्कूलचे नेहमीच आम्हाला मदत होते. आपल्या बघाल या संपूर्ण एरियामध्ये गरीब मुलं आहेत आणि त्या गरीब मुलांना गेली 50 वर्ष चांगलं शिक्षण देण्याचं काम നാരായൺ ഗുരു ഹൈസ്കൂൾ തരഫേ होतं. മാനേജിംഗ് കമ്മിറ്റിचं पण मी अभिनंदन करतो. സാധാരണ കുടുംബങ്ങളിലെ കുട്ടികൾക്ക് സൗജന്യ വിദ്യാഭ്യാസ അവസരങ്ങൾ ഒരുക്കിയ ശ്രീനാരായണ ഗുരു കോളേജിന്റെ പ്രവർത്തനങ്ങളെ MLA अबू आसमी प्रत्येकम प्रशंसिച്ചു. जितने बड़े बड़े स्कूल खुलते हैं ना, वो सब ऐसे इलाके में खुलते हैं जहाँ बहुत ज़्यादा पैसा मिले, बहुत अमीर लोग रहते हैं. लेकिन मेरे इलाके में सब स्लम है, दलित है, मुस्लिम है,
पिछड़े लोग हैं जिनके पास कुछ नहीं है, वो स्कूल यहाँ पर, और नारायण गुरु के लोग, ये देखो बेसिकली केरला के लोग हैं। केरला में एजुकेशन 100% है। बहुत गरीब बच्चों की मैं फ़ीस उनसे माफ़ करवाता हूँ कि भाई सर बहुत गरीब है, थोड़ा कम कर दीजिए, एडमिशन ले लीजिए, कम नंबर भी रहता है, क्योंकि फैसिलिटीज़ नहीं है लोगों के पास ना, छोटे छोटे घर हैं, पढ़ने की जगह नहीं है। तो नारायण गुरु स्कूल मेरे एरिया का बेस्ट स्कूल है, बहुत अच्छा स्कूल है, बहुत शरीफ लोग हैं, अच्छे लोग हैं, सबका ख्याल रखते हैं। 2000-ലധികം പൂർവ്വ വിദ്യാർത്ഥികളും മുൻ അധ്യാപകരും പങ്കെടുത്ത ആഘോഷം വിദ്യാഭ്യാസത്തിന്റെയും ഓർമ്മകളുടെയും വലിയ സംഗമമായി മാറി. हम तो 88-87 बैच के स्टूडेंट हैं और इतना बड़ा लंबा काल जाने के बाद जिस तरह से हमारे स्कूल की जो प्रगति हुई, उन्नति हुई है, वो देख के हमको बहुत ही खुशी हो रही है कि आज स्कूल ना केवल एक इंग्लिश मीडियम है बल्कि मराठी मीडियम है, सेमी इंग्लिश मीडियम है और कॉलेज तक उनकी ऊंचाई बढ़ चुकी है. പ്രശസ്ത നർത്തകരുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും കലാപരിപാടികൾ ചടങ്ങിന് മിഴിവേകി. പാട്ടീണം മൈലാഞ്ചി പാട്ടിനഴകൊടു കൂട്ടുകൂടും നേരം നല്ലോണം നമ്മൾ കോണം. നിശാഗ്ലിപ്പെട്ട സംഘവും അവതരിപ്പിച്ച നൃത്താവിഷ്കാരം ശ്രദ്ധേയമായി.